ഡ്രൈവിംഗ് ടെസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയിലും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണമൊക്കെ നടപ്പാക്കുകയാണ്. അനിശ്ചിതകാലത്തേക്ക് ടെസ്റ്റ് ബഹിഷ്കരിക്കാനാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ തീരുമാനം. നിലവിലെ പ്രതിഷേധ കൂട്ടായ്മയുടെ ഡ്രൈവിംഗ് സ്കൂൾ യൂണിയൻ മലപ്പുറത്ത് ടെസ്റ്റ് ഗ്രൗണ്ടും ടെസ്റ്റും നടത്തി. ഈ ഒരു സർക്കുലർ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടി ഡ്രൈവിംഗ് സ്കൂളുകാരെ തലയിൽ വെച്ച് കെട്ടുന്നത് അത് അത്ര നല്ല കാര്യമല്ല. സർക്കാർ ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതിന് ശേഷം അന്നേരം ഞങ്ങൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നതാണ്. പിന്നെ ഇത് ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ഇത് ഈ സർക്കുലർ 4/2024 എന്ന് പറയുന്ന സർക്കുലർ പിൻവലിക്കുന്നത് വരെ ഞങ്ങൾ ബഹിഷ്കരണ സമരം തുടരും. അത് അനിശ്ചിതകാലമാണെങ്കിലും എത്ര കാലമാണെങ്കിലും ഞങ്ങൾ അതോടെ തന്നെ പോകും. ഗവൺമെൻറ് ആ സർക്കുലർ പിൻവലിക്കുക തന്നെ വേണം. ശരി, നമുക്കിപ്പം ഇപ്പോൾ അരുൺ അമൃതനാഥാണ് ചേരുന്നത്. അരുൺ, സർക്കുലർ പിൻവലിക്കുന്നത് വരെ പ്രതിഷേധം, അത് അനിശ്ചിതകാലമാണെങ്കിൽ അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ടുള്ള പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെല്ലാം. വലിയ പ്രതിഷേധം, നേരത്തെ തന്നെ ഇവർ ഈ പ്രതിഷേധമൊക്കെ അറിയിച്ചിരുന്നതാണ്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ പ്രശ്നമാണോ? എന്താണ് അവിടുത്തെ അവസ്ഥ? സേതു, അത്തരത്തിൽ അനിശ്ചിതകാലത്തേക്കുള്ള പ്രതിഷേധം തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ, ഇനി ഇത്തരത്തിലൊരു മാറ്റത്തിന് സർക്കാർ തയ്യാറാകുന്നത് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവരുടെ നിലപാട്. അത്തരത്തിൽ അപേക്ഷകരൊന്നും 30 അപേക്ഷകരാണ് നിശ്ചയിച്ചിരുന്നത്. ഒരു അപേക്ഷകരും ഇതുവരെ ഈ ഡ്രൈവിംഗ് ഗ്രൗണ്ടിലേക്ക് എന്തായാലും എത്തിയിട്ടില്ല. എന്താണ് ഈ പ്രതിഷേധം ആയി മുന്നോട്ട് പോവുക തന്നെയാണ്. അപ്പോൾ എന്താണ് ആവശ്യങ്ങൾ, എന്തൊക്കെയാണ് ആവശ്യങ്ങള്? ബഹുമാനപ്പെട്ട മന്ത്രി ശാസ്ത്രീയ ഡ്രൈവിംഗ് പരിഷ്കരണം എന്ന രീതിയിൽ അശാസ്ത്രീയമായ രീതിയിൽ ഡ്രൈവിംഗ് പരിഷ്കാരം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതിനുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ ഒരുക്കാതെ, ബേസിക് ഫെസിലിറ്റീസ് ഒരുക്കാതെ തന്നെ ഇവിടുത്തെ ഡ്രൈവിംഗ് പരിഷ്കാരം നടപ്പിലാക്കണമെന്നും അത് നടപ്പിലാക്കേണ്ട കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തകരാണ് എന്ന രീതിയിൽ ഞങ്ങളുടെ പേരിൽ ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. സർക്കുലർ പിൻവലിക്കുന്നത് വരെയും സമരം തുടരും. സർക്കുലർ പിൻവലിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏക ആവശ്യം. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 5ഓളം സംഘടനകൾ, ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന CITU, AKMDS, ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി, അതുപോലെ തന്നെ DSOK, BMS അടക്കമുള്ള സംഘടനകൾ ഈ സമരരംഗത്തുണ്ട്. ഞങ്ങൾ യോജിച്ച് തന്നെയാണ് ഈ സംഘടനയിൽ നിലപാട് സ്വീകരിക്കുന്നത്. ഈ സംഘടനയ്ക്ക് ഔദ്യോഗികമായിട്ട് ഇന്നത്തെ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് CIT ആണ് ഇവിടെ ടെസ്റ്റ് ബഹിഷ്കരണവും കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതേസമയം അതിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടും AKMDS ഇന്നത്തെ ദിവസം കരിദിനം ആചരിക്കാനാണ് തീരുമാനിച്ചത്. അതെ, ഭരണപക്ഷത്തുള്ള ഒരു തൊഴിലാളി സംഘടന തന്നെയാണ് ഇത്തരത്തിൽ സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നതിനെതിരല്ല, പക്ഷെ അതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂളിന്റെ തീരുമാനം. എന്തായാലും മലപ്പുറത്തെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ഇതുവരെ അപേക്ഷകരാരും എത്തിയിട്ടുമില്ല. സേതു.